നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു വാട്ട് മീറ്റർ ഉപയോഗിച്ച് സിംഗിൾ ഫേസ് സർക്യൂട്ടിൽ പവർ എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളത് കാണുകയുണ്ടായി. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 3 ഫേസ് സർക്യൂട്ടിൽ എങ്ങനെ പവർ മെഷർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണയായി പവർ മെഷർ ചെയ്യുന്നത് 3 രീതികളിലാണ് 3 ഫേസ് സർക്യൂട്ടുകളിൽ പവർ മെഷർ ചെയ്യാനുള്ളത്. ഒന്ന്, സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ്. സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറയും. 2, 2 വാട്ട് മീറ്റർ മെത്തേഡ്. മൂന്നാമതായി 3 വാട്ട് മീറ്റർ മെത്തേഡ്. ഇവിടെ സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും 3 ഫേസ് ബാലൻസ്ഡ് സർക്യൂട്ടുകളിൽ മാത്രമാണ്. ബാലൻസ്ഡ് സർക്യൂട്ടുകളിൽ നമ്മൾക്ക് സിംഗിൾ വാട്ട് മീറ്റർ വെച്ച് പവർ മെഷർ ചെയ്യാം. എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു ഫേസിലെ പവർ മെഷർ ചെയ്യും. അതിനെ 3 ഫേസിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? 3 ഫേസ് പവർ കിട്ടും. അപ്പോൾ ഈ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം 3 ഫേസിലും ഒരേ പവർ ആണെങ്കിൽ മാത്രം നമുക്ക് സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 3 ഫേസ് ബാലൻസ്ഡ് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് സർക്യൂട്ടുകളിൽ പവർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ 2 വാട്ട് മീറ്റർ മെത്തേഡോ അല്ലെങ്കിൽ 3 വാട്ട് മീറ്റർ മെത്തേഡോ ആണ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്, ഒരു 3 ഫേസ് അൺബാലൻസ്ഡ് സർക്യൂട്ടിൽ പവർ മെഷർ ചെയ്യാൻ മിനിമം എത്ര വാട്ട് മീറ്റർ വേണം? മിനിമം 2 വാട്ട് മീറ്റർ എങ്കിലും വേണം. ഇനി നമുക്ക് നോക്കാം, 3 വാട്ട് മീറ്റർ മെത്തേഡിൽ നമ്മൾക്ക് എങ്ങനെയാണ് പവർ മെഷർ ചെയ്യുക? 3 ഫേസിലും ഓരോ വാട്ട് മീറ്റർ കണക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ന്യൂട്രൽ പോയിന്റ് അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് 3 വാട്ട് മീറ്ററും ഓരോ ഫേസിൽ കണക്ട് ചെയ്ത് പവർ മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ ലോഡ് സ്റ്റാറോ ഡെൽറ്റയോ ആയിക്കൊള്ളട്ടെ, നമ്മൾ ഉപയോഗിക്കുന്നത് 2 വാട്ട് മീറ്റർ മെത്തേഡാണ്. നമുക്ക് ആദ്യമേ സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡിലേക്ക് പോകാം. സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡിൽ എങ്ങനെയാണ് പവർ മെഷർ ചെയ്യുന്നത് നോക്കാം. ഇവിടെ സാധാരണ കണ്ടുവരുന്ന സർക്യൂട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സാധാരണ സർക്യൂട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആദ്യം എടുക്കാം. ഒരു സ്റ്റാർ കണക്റ്റഡ് ലോഡ് നമ്മൾ സാധാരണ RYB റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ന്യൂട്രൽ പോയിന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഒരു വാട്ട് മീറ്റർ R ഫേസിൽ കണക്ട് ചെയ്യുന്നു. സപ്ലൈ R ഫേസ്. ഇതിന്റെ പ്രഷർ കോയിൽ ഞാൻ ന്യൂട്രലിന് എക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ സപ്ലൈയുടെ Y, സപ്ലൈയുടെ B. സോ ഈ സർക്യൂട്ടിൽ നമ്മുടെ വാട്ട് മീറ്ററിന് റീഡ് ചെയ്യാൻ പറ്റുന്ന പവർ എന്താണ്? നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ വാട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് കറണ്ട് കോയിലിലൂടെയുള്ള കറണ്ട് ഇൻറ്റു പ്രഷർ കോയിലിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, പ്രഷർ കോയിലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇൻറ്റു കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് 2. ഇവിടെ നമ്മളൊരു ഇംപിഡൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദിസ് ഇസ് ആൻ ഇംപിഡൻസ്. ബാലൻസ്ഡ് ആണ്, 3 സ്ഥലത്തും Z തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ നമ്മൾ പറയുന്നത് ലൈൻ വോൾട്ടേജ് ആണ് മിക്കവാറും 3 ഫേസ് സർക്യൂട്ടുകളിൽ സ്പെസിഫൈ ചെയ്യാറുള്ളത്. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ ഒരു 400 വോൾട്ട് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ഇവിടെ ഞാനൊരു RL ലോഡ് അസ്യൂം ചെയ്യുന്നു. R+j/XL ആയിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും? ഞാൻ കറണ്ട് കോയിലിലെ കറണ്ട് റെപ്രസെന്റ് ചെയ്യാനാണ് IC എന്ന് എഴുതിയത്. എന്തായിരിക്കും? ഈ ഫേസിന് എക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആദ്യം നോക്കണം. 3 ഫേസ് സർക്യൂട്ടുകൾ പരിചയമുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. ഒരു സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആണെങ്കിൽ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ബൈ √3 ആയിരിക്കും. കറണ്ട് കോയിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് V ഫേസ് ഡിവൈഡഡ് ബൈ Z ആയിരിക്കും. V ഫേസ് ഡിവൈഡഡ് ബൈ Z. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? V ഫേസ് എന്ന് പറയുന്നത് VL ബൈ √3 ആണ്. സോ VL ബൈ √3 ഇൻറ്റു Z ആയിരിക്കും. ഇനി ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ICക്കും ഇവിടെ നോക്കൂ, ഇവിടെ പ്രഷർ കോയിലിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ സെയിം ഫേസ് വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്താണ്? ഫേസ് വോൾട്ടേജും ഈ കറണ്ടും തമ്മിലുള്ള ഫേസ് കറണ്ടും തമ്മിലുള്ള ആംഗിളാണ്. നമ്മൾ യൂഷ്വലി സർക്യൂട്ടുകളിലെല്ലാം പറയുന്ന പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജും ഫേസ് കറണ്ടും തമ്മിലുള്ള ഫേസ് ആംഗിളാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ സ്റ്റാർ ആണെങ്കിലും ഡെൽറ്റ ആണെങ്കിലും പവർ ഫാക്ടർ എന്ന് പറയുന്നത്
ഫേസ് വോൾട്ടേജിനും ഫേസ് കറണ്ടിനും ഇടയിലുള്ള ആംഗിളാണ്. ഇതിൽ 3 ഫേസ് സർക്യൂട്ടുകളിൽ നമ്മൾക്ക് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഫേസർ ഡയഗ്രാം വരച്ച് തന്നെ മതിയാവുള്ളൂ. ആദ്യമേ നമുക്കൊന്ന് ഫേസർ ഡയഗ്രാം പരിചയപ്പെടാം. ഞാൻ വരയ്ക്കുന്നു ആർ ഫേസ്. ഫേസ് വോൾട്ടേജിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. VRN എന്ന് ഞാൻ വിളിക്കുന്നു. VYN 120 ഡിഗ്രി മാറ്റി വരയ്ക്കുന്നു, ലാഗ് ചെയ്യുന്നു. VBN വീണ്ടും 120 ഡിഗ്രി YN ൽ നിന്നും 120 ഡിഗ്രി മാറി വരയ്ക്കുന്നു. അപ്പോ നമ്മുടെ കറണ്ട് എത്രയാണ് ഇവിടുത്തെ? ഇവിടെ കറണ്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു RL സർക്യൂട്ട് ആണ്. അതുകൊണ്ട് കറണ്ട് വോൾട്ടേജിന് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇത് ഈ ഫേസ് വോൾട്ടേജ് ആണെങ്കിൽ ആർ ഫേസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആർ ഫേസിൽ നിന്ന് ലാഗ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കറണ്ട് ഉണ്ടാവുക. ഇവിടെ ബാലൻസ്ഡ് ആണ്. എല്ലാ സർക്യൂട്ടുകളിലും ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എല്ലാ ഫേസുകളിലും ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഈ സെയിം ഫൈ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്കിവിടെ പവർ എന്ന് പറയുന്നത് VRN ഇൻറ്റു I ഇൻറ്റു കൊസൈൻ ഓഫ് ദിസ് ആംഗിൾ. ഇവിടെ നമുക്ക് ഈ വോൾട്ടേജ് VRN തന്നെയാണ് നമ്മുടെ V ഫേസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ഫൈ? നമ്മൾ സിംഗിൾ ഫേസ് സർക്യൂട്ടിൽ പറഞ്ഞു. RL സർക്യൂട്ട് ആണെങ്കിൽ കോസ് ഫൈ എന്ന് പറയുന്നത് R/Z ആയിരിക്കും. അപ്പോൾ നമ്മൾക്കിവിടെ ആറിന്റെയും സെഡിന്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആറിന്റെയും എക്സലിന്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് Z കണ്ടുപിടിക്കാം. അതുവഴി നമുക്ക് കോസ് ഫൈ കണ്ടുപിടിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് കറണ്ട് കോയിലിലൂടെയുള്ള കറണ്ട് ഇൻറ്റു പ്രഷർ കോയിലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇൻറ്റു കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ഫേസ് വോൾട്ടേജ് ആൻഡ് ഫേസ് കറണ്ട്, അല്ലെങ്കിൽ ദിസ് വോൾട്ടേജ് ആൻഡ് ദിസ് കറണ്ട്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കോസ് ഫൈ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും? VL നമുക്ക് തന്നിട്ടുണ്ടാവും, Z നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ VL² ബൈ 3Z കോസ് ഫൈ. ഇതായിരിക്കും നമ്മൾക്ക് ഇവിടെ ഈ വാട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. ഈ പവർ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമ്മളൊന്നും കൂടി ഫേസ് വോൾട്ടേജും ഫേസ് കറണ്ടുമായിട്ട് എഴുതി കഴിഞ്ഞാൽ W is equal to VL/√3 എന്ന് പറയുന്നത് എന്തായിരുന്നു? V ഫേസ്. VL/√3Z എന്ന് പറയുന്നത് എന്തായിരുന്നു? I ഫേസ്. ദെൻ കോസ് ഫൈ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ്? ഈ വാട്ട് മീറ്ററിൽ നമുക്ക് കിട്ടുന്ന എന്താ? V ഫേസ്, I ഫേസ്, കോസ് ഫൈ. അതായത് പെർ ഫേസ് പവർ ആണ് നമുക്ക് ഇവിടെ വാട്ട് മീറ്ററിൽ കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ പവർ എന്തായിരിക്കും? W ടോട്ടൽ ഒരു 3 ഫേസ് സർക്യൂട്ടിലെ മൊത്തം പവർ എന്ന് പറയുന്നത് 3 ടൈംസ് V ഫേസ്, I ഫേസ്, കോസ് ഫൈ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? 3 ടൈംസ് the single wattmeter reading. That will give you the 3 phase power. Okay. ഇനി നമുക്ക് മറ്റൊരു സർക്യൂട്ട് പരിചയപ്പെടാം. ഇവിടെ ഞാൻ കറണ്ട് കോയിൽ വരയ്ക്കുന്നു. എൻ്റെ കയ്യിലുള്ളത് ഒരു 3 ഫേസ് ലോഡാണ്. ഞാൻ 3 ഫേസ് ലോഡ് അതുപോലെ തന്നെ വരയ്ക്കുന്നു. 3 ഫേസ് ലോഡ് നേരത്തെ വരച്ച അതേ സർക്യൂട്ട് തന്നെ ഞാൻ വീണ്ടും വരയ്ക്കുന്നു. ഇവിടെ കറണ്ട് കോയിൽ ആർ ഫേസിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഞാനൊരു വ്യത്യാസം വരുത്താൻ പോകുന്നത്, പ്രഷർ കോയിൽ വരയ്ക്കാൻ പോകുന്നത് Y ഫേസിനും B ഫേസിനും ഇടയിലാണ്. ഇതേ വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിൽ ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് Y ഫേസിനും B ഫേസിനും ഇടയിലാണ്. ഇതാണ് എന്റെ വാട്ട് മീറ്ററിന്റെ CV എന്ന് പറയുന്ന ടെർമിനൽ. ഇതാണ് ML. ഇത് രണ്ടും ഒരു മീറ്ററിന്റെ 2 കോയിലുകളാണ്. ഞാൻ കാണാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരച്ചതാണ്. ഇങ്ങനെയായിരിക്കും മീറ്റർ ഉണ്ടായിരിക്കുക. ഇങ്ങനെയെങ്കിൽ ഈ വാട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന പവർ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു നേരത്തെ എടുത്തതുപോലെ ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഞാൻ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സേ 8 ഓം എന്നും ഇൻഡക്റ്റീവ് റിയാക്ടൻസ് 6 ഓം എന്നും എടുക്കുന്നു. ബാലൻസ്ഡ് ആണ്, എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ ഒരു 400 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വാട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന പവർ എന്തായിരിക്കും? വാട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന പവർ ഇസ് ഈക്വൽ ടു കറണ്ട് കോയിലൂടെയുള്ള കറണ്ട് ഇൻറ്റു പ്രഷർ കോയിലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇൻറ്റു കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഇവിടെ പോകുന്ന കറണ്ട് എത്രയാണ്? ഓക്കെ, ഇത് പെർ ഫേസ് ആണ്, സ്റ്റാർ കണക്റ്റഡ് ആണ്. അങ്ങനെയെങ്കിൽ V ഫേസ് എത്രയായിരിക്കും? യെസ്, 400/√3 അപ്രോക്സിമേറ്റ്ലി 230 വോൾട്ട് ആയിരിക്കും.
ദെൻ അങ്ങനെയെങ്കിൽ ഐ ഫേസ് എന്തായിരിക്കും? വി ഫേസ് ഡിവൈഡഡ് ബൈ സെഡ് ഫേസ്. സോ 230 വോൾട്ട് ഡിവൈഡഡ് ബൈ സെഡ് ഫേസ് എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 230 ഡിവൈഡഡ് ബൈ 10, 23 ആംപ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലൂടെ പോകുന്ന കറണ്ട് കോയിലിലൂടെ പോകുന്ന കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി പ്രഷർ കോയിലിനെ ക്രോസുള്ള വോൾട്ടേജ് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വി വൈ ബി ആണ് പ്രഷർ കോയിലിനെ ക്രോസുള്ള വോൾട്ടേജ്. അപ്പോൾ നമുക്ക് അതും കിട്ടി. വി പ്രഷർ കോയിൽ ഈസ് ഈക്വൽ ടു വി വൈ ബി ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ വാട്ട്മീറ്റർ റീഡിംഗ് എന്തായിരിക്കും? ഇവിടെ കറണ്ട് കോയിലിലൂടെയുള്ള കറണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പ്രഷർ കോയിലിനെ ക്രോസുള്ള വോൾട്ടേജും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് ലൈൻ വോൾട്ടേജ് ആണ്. അത് കിട്ടി. കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു, അതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഓക്കെ, നമുക്ക് ഫേസർ ഡയഗ്രത്തിലേക്ക് പോവാം. സി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി ആർ എന്നിൽ ഞാൻ തുടങ്ങുന്നു. 120 ഡിഗ്രി ലാഗ് ചെയ്ത് വി വൈ എൻ വരയ്ക്കുന്നു. അഗെയിൻ 120 ഡിഗ്രി ലാഗ് ചെയ്ത് വി ബി എൻ വരയ്ക്കുന്നു. നമ്മൾക്ക് വേണ്ട വോൾട്ടേജ് വി വൈ ബി ആണ്. വി വൈ ബി എന്ന് പറയുന്നത് വി വൈ എൻ മൈനസ് വി ബി എൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വി വൈ എൻ നമുക്ക് ഇവിടെ ഉണ്ട്. മൈനസ് വി ബി എൻ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് വി ബി എൻ എടുക്കാൻ വേണ്ടി ബി എന്നിന്റെ നെഗറ്റീവ് എടുക്കും. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? മൈനസ് വി ബി എൻ കിട്ടി. ദെൻ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് വി വൈ എൻ പ്ലസ് മൈനസ് വി ബി എൻ. ഇറ്റ്സ് എ വെക്ടർ അഡീഷൻ. സോ നെഗറ്റീവ് വെക്ടർ നമുക്ക് കിട്ടി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ഇത് രണ്ടും പാരലോഗ്രാം ലോ വെച്ച് ആഡ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് വി വൈ ബി? ദിസ് ഈസ് വി വൈ ബി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞു എന്താണ്? കറണ്ട്. നമ്മുടെ കറണ്ട് എത്രയാണ് നോക്കാം. ഇത് ഒരു ആർ എൽ സർക്യൂട്ട് ആണ്. ആർ എൽ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് എങ്ങനെയായിരിക്കും? ഈ ഫേസിലെ വോൾട്ടേജിൽ നിന്ന് 5 ആംഗിൾ ലാഗ് ചെയ്തായിരിക്കും കറണ്ട് ഉണ്ടാവുക. സോ നമ്മുടെ വോൾട്ടേജ് വി ആർ എൻ ആണ്. വി ആർ എന്ന് 5 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കറണ്ട് ഉണ്ടാവുക. ഓക്കെ, ദിസ് ഈസ് 5. ഇനി അപ്പൊ നമുക്ക് എന്തറിയാം? ഈ രണ്ട് കറണ്ടും ഈ വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഇത് എത്രയായിരിക്കും? വൃത്തിയായിട്ട് നമ്മൾ വരച്ചത് നമുക്ക് മനസ്സിലാവും. വി ആർ എനും വി വൈ ബിയും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? നോക്കൂ, ഇത് വി ആർ എനും വി വൈ എനും തമ്മിൽ 120 ഡിഗ്രിയാണ്. അപ്പോൾ വി ബി എൻ നമ്മൾ മൈനസ് വരയ്ക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആയിട്ട് മാറും. ദെൻ നമുക്ക് ഇത് 30 ഡിഗ്രിയാണ്. ഇതിനിപ്പോൾ രണ്ടും ഐഡന്റിക്കൽ വെക്ടർ ആയതുകൊണ്ട് കറക്റ്റ് 30 ഡിഗ്രിയിലൂടെ ആയിരിക്കും എന്റെ റിസൾട്ടന്റ് പോവുക. ഇവിടെ 30 ഡിഗ്രി ഉണ്ട്, ദെൻ ഇവിടെ 60 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ളത് വി ആർ എനും വി വൈ ബിയും തമ്മിലുള്ളത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് 5 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ വാട്ട്മീറ്റർ റീഡ് ചെയ്യുന്ന പവർ എന്തായിരിക്കും? W is equal to കറണ്ട് കോയിലൂടെയുള്ള കറണ്ട് നമ്മൾക്കറിയാം 23 ആംപ്സ്. പ്രഷർ കോയിലിനെ ക്രോസുള്ള വോൾട്ടേജ് വി വൈ ബി, ദാറ്റ് ഈസ് 400 വോൾട്ട്. ഇറ്റ് ഈസ് എ ലൈൻ വോൾട്ടേജ്. ദെൻ cosine of the angle between voltage and current. What is that angle? 90 minus 5. Okay. So what is 90 minus 5? Cosine of 90 minus 5 എത്രയാണ്? Cos 90 minus theta? Sin theta. Okay. So cos 90 minus 5 will be sin 5. Okay. Again, we know what is phi, or we know the sin phi from the triangle, impedance triangle or the RL circuit triangle which we have already seen. നമ്മൾ കണ്ടു കഴിഞ്ഞു. cos phi എന്തായിരുന്നു? cos phi is R by Z ആയിരുന്നു. അങ്ങനെയെങ്കിൽ sin phi എന്തായിരിക്കും? sin phi എന്തായിരിക്കും? Opposite by hypotenuse, XL by Z ആയിരിക്കും. അപ്പോൾ നമുക്ക് XL നമുക്ക് തന്നിട്ടുണ്ട് 6 ഓം ആണ്. Z നമുക്കറിയാം 10 ഓം ആയിരിക്കും. അത് നമ്മൾക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. 23 into 400 into 6 by 10. ഇതായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന വാട്ട്മീറ്റർ റീഡിംഗ്. ഇവിടുത്തെ വളരെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനെ ഒരു ജനറൽ എക്സ്പ്രഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ഇവിടെ ഞാൻ ന്യൂമറിക്കൽ വാല്യൂസ് ഒന്നും കൊടുക്കാതെ ജനറൽ എക്സ്പ്രഷൻ എഴുതുന്നു. വാട്ട് ഈസ് ദിസ്? ദ കറന്റ്. സിൻസ് ഇറ്റ് ഈസ് RL ലോഡ്, ദ സെയിം കറന്റ്, ദ ലൈൻ കറന്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ കറന്റ് കോയിൽ. Then VYB, it is generally the line voltage, and angle between that will get the sin phi. So ഇതെന്താണ് സാധനം? VL IL sin phi. ഒരു 3 ഫേസ് സർക്യൂട്ടിലെ
റിയാക്റ്റീവ് പവറിന്റെ എക്സ്പ്രഷൻ എന്താണ്? റിയാക്റ്റീവ് പവറിന്റെ എക്സ്പ്രഷൻ ഈസ് √3 VL IL sin phi. അങ്ങനെയെങ്കിൽ ഒരു 3 ഫേസ് സർക്യൂട്ടിലെ റിയാക്റ്റീവ് പവർ എങ്ങനെയാണ് സിംഗിൾ വാട്ട് മീറ്റർ വെച്ച് കണ്ടുപിടിക്കുന്നത്? ദറ്റ് ഈസ് നത്തിങ് ബട്ട് √3 ഇൻറ്റു അവർ വാട്ട് മീറ്റർ റീഡിംഗ്. നമ്മൾ വാട്ട് മീറ്റർ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ കറന്റ് കോയിൽ ഒരു ഫേസിലും പ്രഷർ കോയിൽ മറ്റ് 2 ഫേസുകൾക്ക് അക്രോസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ വാട്ട് മീറ്റർ റീഡ് ചെയ്യുന്നത് ആ സർക്യൂട്ടിലെ റിയാക്റ്റീവ് പവർ ആയിരിക്കും. ഇതൊരു ബാലൻസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ √3 ടൈംസ് ആ വാട്ട് മീറ്റർ റീഡിംഗ് ആയിരിക്കും ടോട്ടൽ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ചോദ്യം മാറ്റി ചോദിക്കാം. സപ്പോസ് ഇതൊരു പ്യുവർ റെസിസ്റ്റീവ് ലോഡാണ് എന്ന് വിചാരിക്കുക. ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടി, ഒരു 3 ഫേസ് സർക്യൂട്ട് തന്നിട്ടുണ്ട്, അവിടെ പറയുന്നു ദിസ് ഈസ് എ ബാലൻസ്ഡ് 3 ഫേസ് റെസിസ്റ്റീവ് ലോഡ്. അങ്ങനെയെങ്കിൽ ഈ വാട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന പവർ എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ. പ്യുവർ റെസിസ്റ്റീവ് ലോഡാണ്. ഉത്തരം വളരെ എളുപ്പമാണ്. നമ്മൾ ഇവിടെ നോക്കുക, ഇത് പ്യുവർ റെസിസ്റ്റീവ് ലോഡ് ആണെങ്കിൽ ഈ കറണ്ട് ഇവിടെ വരും. സോ ദിസ് phi is 0. Phi is 0. So the resultant will be cos 90. What is cos 90? 0. So what will we get? Wattmeter will give 0 reading. Okay. അതാണ് നമ്മൾ പറയുന്നത് ഒരു റിയാക്റ്റീവ് പവർ മെഷർ ചെയ്യാനുള്ള സർക്യൂട്ട് മാത്രമാണിത്. ഇവിടെ നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിൽ യാതൊരുവിധ റിയാക്റ്റീവ് പവർ ഉണ്ടാവില്ല, മുഴുവൻ ആക്റ്റീവ് പവർ മാത്രമായിരിക്കും. അതുകൊണ്ട് വാട്ട്മീറ്റർ 0 റീഡിംഗ് ആയിരിക്കും നമുക്ക് തരിക. ഓക്കെ, ഇനി ഒരു 2 വാട്ട് മീറ്റർ മെത്തേഡ് വെച്ച് എങ്ങനെയാണ് പവർ മെഷർ ചെയ്യാമെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.